പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവിനെ നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയാവോ? അതായത് ഇപ്പം നമ്മൾ എൻജിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ കണ്ടത് എന്താണ്? ഇന്നലെ കണ്ടത് ഔട്ട്ലെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? വേസ്റ്റ് വാട്ടർ എഴുതി ഒഴുകി പോകാനുള്ള ഒരു എൻജിൻ ഉണ്ടെങ്കിൽ, ഒരു കിച്ചൺ ഉണ്ടെങ്കിൽ ഒക്കെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു എൻജിൻ ഉണ്ടെങ്കിൽ ഈ പുക പോകാൻ വേണ്ടിയുള്ള വേറെ ഒരു ഇതാണ് എക്സോസ്റ്റ് പൈപ്പൊക്കെ പോലുള്ള സംഭവമില്ലേ? അതെന്തിനാണ്? ഈ എൻജിൻ ഹീറ്റ് പുറപ്പെടുവിക്കുമ്പോൾ ഓവർ ഹീറ്റായിട്ട് വരുന്നത് തണുക്കാൻ വേണ്ടി, ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടിയാണ് എക്സോസ്റ്റ് പൈപ്പ് ഉള്ളത്. ആ എക്സോസ്റ്റ് പൈപ്പ് വേറൊരു സംഭവമാണ്, വേസ്റ്റ് വാട്ടർ ബാരിയറുള്ള ഒരു സംഭവമാണ്. എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാകും ഓവർ ഗ്യാസ്, ഓവർ ഹീറ്റ് പോകാൻ വേണ്ടി. അതുപോലെ ആധ്യാത്മിക ജീവിതത്തിലും ജീവിച്ചു വരുമ്പോൾ ഒരു എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട് ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി. എന്താണെന്നറിയാവോ? ലൂക്കാ 16:9 ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും. അധാർമിക സമ്പത്തിന്റെ കുഴപ്പം നമ്മളെ റിജക്ട് ചെയ്യാൻ അവസരം, റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു എക്സോസ്റ്റ് പൈപ്പ് വെച്ചിരിക്കുകയാണ്. എന്താണ്? അതായത് പാപകരമായ പണം കയ്യിലുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. പിന്നെ നിങ്ങൾ കൊടുക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ കൊടുക്കും. ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ, പാമ്പ് കടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ആ രക്തം ഒഴുക്കിക്കളയും. എന്തുമാത്രം ഒഴുക്കും? പകുതി ഒഴുക്കിയേക്കാം, പകുതി അവിടെ ഇരിക്കട്ടെ, അങ്ങനെ കാണുന്നത് അല്ല. ഈ കള്ളത്തരം കാലത്ത് കള്ളക്കണക്ക് ഉണ്ടാക്കണവന്മാരെല്ലാം ഈ ദാനധർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? പാമ്പ് കടിക്കുമ്പോൾ പകുതി രക്തം ഒഴുക്കിക്കളയും. പകുതി രക്തം അവിടെ ഇരിക്കുന്നത് വിചാരിക്കുവോ? ഇല്ല, മൊത്തം ഒഴുക്കിക്കളയണം. ധാർമ്മിക സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു അംശം ആൾക്കാർക്ക് കൊടുക്കും. പെണ്ണ് കെട്ടി ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാൻ, വീട് വെക്കാനൊക്കെ കൊടുക്കും. പക്ഷെ പകുതി നിങ്ങളുടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ കൈ ഇവിടുന്ന് രാശി പറയണ മുമ്പ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വരും. ധാർമ്മിക സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇത് ഒരു ഔട്ട്ലെറ്റാണ്, എക്സോസ്റ്റ് പൈപ്പാണ്. എഞ്ചിന് ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കർത്താവ് തന്നിരിക്കുന്ന ഒരു പ്രൊവിഷൻ, ഈശോ ഉണ്ടാക്കിയൊരു പ്രൊവിഷൻ. അനുതാപം പോലെ, വേസ്റ്റ് വാട്ടറിൻ്റെ അനുതാപം പോലെ വേസ്റ്റ് ഹീറ്റ് പോകുന്നതിന് വേണ്ടിയാണ് എക്സോസ്റ്റ് പൈപ്പ് വെച്ചിരിക്കുന്നത്. അതാണ് അധാർമിക സമ്പത്ത്. പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധാർമിക സമ്പത്തുള്ള ആൾക്കാരും കണക്ക് സർക്കാരിനെ വെട്ടിക്കുന്നവരും അല്ലാത്ത ആൾക്കാരും ഒക്കെ പലതരത്തിൽ സഹോദരന്മാരെ പറ്റിക്കുന്നവരൊക്കെ ഇല്ലേ, സഹോദരിമാരെ പറ്റിക്കുന്നവരില്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം കൊടുക്കും. ഇനി അപ്പനും അമ്മനും കയ്യിലെടുത്തോണ്ട് ആങ്ങളമാരെ പറ്റിക്കുന്നവരില്ലേ, എന്തുമാത്രം പെമ്പിളരാണ്. പലപ്പോഴും സങ്കടം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാലത്ത് നിങ്ങൾ പെമ്പിളർ എന്നോട് കരുത്തക്കയറുമെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നിയിരിക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട്. പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആൺപിള്ളേരാണ് ഇന്നത്തെ കാലത്ത്. വെച്ചാൽ ഈ പെൺപിള്ളേർ ഒന്നുകിൽ അവർ പഠിക്കും, കുത്തിയിരുന്ന് പഠിക്കും, അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കുവരും. എന്നിട്ട് പിന്നെ എന്താ അവരാണ് മാക്സിമം അപ്പനും അമ്മനും ഉപയോഗിക്കുന്നത്. കാര്യം ഈ ആൺപിള്ളേർക്കാണെങ്കിൽ ജോലി കിട്ടാൻ താമസിക്കും, അവർ ചില പഠിത്തത്തിൽ പുറകായിരിക്കും. പക്ഷെ എന്ത് പറ്റും? അപ്പനും അമ്മയും പണമുള്ളവരുടെ കൂടെ അല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ പണം, ശമ്പളക്കാരുടെ പണം വെച്ചുകൊണ്ട് അവർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആമ്പിള്ളേർക്ക് എന്ത് പറ്റും? അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റണില്ല, അവർക്ക് പണമില്ല, അപ്പനും അമ്മയും അവർ കേൾക്കണില്ല. അവർ പെൺമക്കൾ പറഞ്ഞ പാട്ടിലൊക്കെ അപ്പനമ്മയും ഒപ്പിട്ട് കൊടുത്തിരിക്കും. അവസാനം അവനും വീട് പോലും ഇല്ലാതെയാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അനീതികൾ ഒത്തിരി ഉണ്ട്. അധാർമികമായ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ്. അധാർമികമായ സമ്പത്ത് ആടകൻ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഫസ്റ്റ് ചെയ്യാവുന്നത്, നിങ്ങൾ സ്നേഹിതന്മാരെ സമ്പാദിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ആ പണം, ആർക്കാണ് നിങ്ങളിങ്ങനെ തരികിട കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടത്, അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ സ്നേഹിതന്മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രഹസ്യമായി കൊടുത്ത ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അണ്ടർസ്റ്റുഡാണ്. ആദ്യം അത് ആർക്കാണ് നഷ്ടപ്പെടുത്തി അവർക്കാണത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടത്.
എൻ്റെ മക്കളെ, നിങ്ങളെ ഞാൻ പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കുന്നതിലിരിക്കും, പക്ഷെ നിങ്ങളെ പണി മേടിക്കും. എന്താ കാര്യം? ഈശോ പറഞ്ഞതിന് എനിക്കും പറയാനുള്ളത്, ഞാൻ പോകുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന്. അതുപോലെ ഞാൻ അമ്മയെ നേരെ കണ്ടത് കൊണ്ടാണ് സ്വർഗം എന്താണെന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാർക്കശ്യമായിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ താത്വിക പ്രബോധനം നടത്തുകയോ അല്ലാതെ ഒരു ദൈവശാസ്ത്ര പ്രമേയത്തിന് ഒരു നിലപാടെടുക്കുകയോ ചെയ്യണ അല്ല വിഷയം. അനുദിനമുള്ള ജീവിത പ്രശ്നത്തിൽ സുവിശേഷവിഹിതമായ ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പോൾ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സോപ്പിട്ടിട്ടാ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്തിന് പറ്റുന്ന രീതിയിൽ മനുഷ്യനെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി ബൈബിള് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില അണ്ണന്മാർ രക്ഷപ്പെടാതിരിക്കുന്ന കാരണം അവന്മാരുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. അവർ ദൈവത്തെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള സുഖങ്ങൾക്ക് പോയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിന്ന് പണിയും മേടിച്ച് വരുമ്പോഴാണ് മോങ്ങിക്കൊണ്ട് വരണത്. ചിലപ്പോൾ റിജക്റ്റായി പോകും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഭു ഞങ്ങൾക്കും തുറന്നു തരണമേ, പോയി പണി നോക്കാൻ പറയും. പിന്നെ ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്നല്ലേ പറയണത്. ഇന്നിപ്പോൾ ബൈബിൾ എന്തുകൊണ്ടാണ് കർക്കശമായിട്ട് പ്രഘോഷിക്കാത്തത്? അനുതാപത്തെക്കുറിച്ച് എന്താ പറയാത്തത്? ഞാനിതേക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. എനിക്ക് ഭയങ്കരമായ ഒരു പ്രാർത്ഥന ആവശ്യമുള്ളൊരു മേഖലയാണിത്. അതായത് ആത്മീയ വിഷയം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായ ദിശാബോധങ്ങൾ ഉണ്ടാകാനും ക്രിസ്തു എന്ന് പറഞ്ഞ ആളിൻ്റെ രക്തത്തിൻ്റെ വിലക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു ഒരു പ്രതിബദ്ധത നമുക്ക് വേണ്ടാണ്. സഭയുടെ പേരിൽ വരുന്നുണ്ടെങ്കിൽ ആത്മരക്ഷയായിരിക്കണം ആദ്യത്തെ സംഭവം. ആത്മരക്ഷയ്ക്ക് കുറഞ്ഞ വേറെ ഒരു കാര്യത്തിനും വലിയ പ്രാധാന്യമൊന്നുമില്ല. മത്തായി 7:22-23. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അതെ, ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെന്ന് കൂടിയുണ്ട്. ഈ അനീതി പ്രവർത്തിക്കുന്നവരെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ അധാർമിക സമ്പത്ത് നമ്മളെ കൈ. എൻ്റെ പേര് അലീന, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വന്നേക്കുന്നത്. ഞാൻ 2022 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ OET എഴുതി എക്സാം പാസ്സായി. ഞാൻ അയർലൻഡിൽ പോയി. അവിടെ വെച്ച് എനിക്ക് അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ആദ്യത്തെ ട്രയൽ കിട്ടിയില്ല. എനിക്ക് ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് വരേണ്ട ഒരു അവസ്ഥയായി. അപ്പോഴേക്കും ഭയങ്കര വിഷമത്തിലായിരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ ഉള്ള കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സിക്കും കൂടി ആയിരുന്നു. പക്ഷേ എന്തായാലും എക്സാമിന് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ മമ്മി എനിക്ക് വേണ്ടി 2023 ജൂലൈയിൽ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ഈ എക്സാമിൻ്റെ കാര്യം പറഞ്ഞ് മമ്മി പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാതെ അവിടെ പരിചയമുള്ളിടത്ത് നിൽക്കാൻ പറ്റി. അവരായിട്ട് എനിക്ക് മാതാവ് കാരണം എനിക്ക് ഒരു ജോലി താൽക്കാലികമായി കിട്ടി. ആ ജോലിയിൽ നിൽക്കെ തന്നെ ഞാൻ ആദ്യം എക്സാമിന് അപ്ലൈ ചെയ്ത് എനിക്ക് DL വരാൻ ഞാൻ നോക്കി നിൽക്കെ എനിക്ക് നേഴ്സായിട്ട് തന്നെ ഒരു സ്ഥലത്ത് ജോലി കിട്ടി. ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടി. അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് ഞാൻ ആദ്യം എക്സാം എഴുതി പാസ്സാവുന്നത്. മമ്മിയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ആൾക്കാരെയൊക്കെ അറിയുന്ന സാക്ഷ്യം പറയാനുള്ള യോഗ്യത അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ മകൾ ഉടമ്പടി എടുത്തപ്പോൾ അവളുടെ കൂടെ ഇവിടെ 1-2 പ്രാവശ്യം വരികയുണ്ടായി. എനിക്ക് ഉടമ്പടി എടുക്കാൻ ഒരു മടിയായിരുന്നു. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പാലിക്കാൻ സാധിക്കുമോ, ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ അന്നേരം ഒന്നും ഉടമ്പടി എടുത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് മോൾ എക്സാമിന് തോറ്റത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ വിശ്വാസത്തിലോട്ട് കൂടുതലായിട്ട് വരാനും ഈശോയോട് കൂടുതൽ അടുക്കാനും മാതാവിനോട് അടുക്കാനുമായിരിക്കും ഇങ്ങനെ ഒരു അവസരം മാതാവ് തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു കാരണത്തിലാണ് അവൾ ഈ പരീക്ഷ തോറ്റുപോയത്.
അവൾ പരീക്ഷ തോറ്റുപോയി തിരിച്ചിങ്ങോട്ട് വരേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഞാൻ ഉടമ്പടി എടുക്കാം. ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം വെച്ചു. അവൾ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഞാനങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഇവിടുന്ന് ഇവൾ പോയി കഴിഞ്ഞപ്പം അയർലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരന് ഇവളുടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവളിങ്ങനെ തോറ്റ കാര്യമൊക്കെ അവരോട് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇതെന്താ നേരത്തെ പറയാത്തത്? അങ്ങനെ അവർ അവിടുത്തെ സിറ്റിസൺ ആയതുകൊണ്ടും അവർക്കവിടെ പിടിപാടൊക്കെ ഉള്ളത് കൊണ്ട് അവരവിടുന്ന് പെട്ടെന്ന് തന്നെ അവളുടെ വിസ ക്യാൻസലാക്കി അവിടെ താൽക്കാലികമായി നിൽക്കാനുള്ളൊരു വിസ ആക്കി കൊടുത്തു. അതുപോലെ തൽക്കാലത്തേക്ക് നിൽക്കാനൊരു ജോലി ആക്കി കൊടുത്തു. അങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് അവരെ കൊണ്ടാക്കി. അവരൊരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു. അതെല്ലാം മാതാവ് അവരിലൂടെ പ്രവർത്തിച്ചതാണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അവൾ ചെന്ന് നിന്ന സ്ഥലത്ത് അവളെ സഹായിക്കാൻ വേണ്ടി ഒരു കുടുംബം, ഒരു മലയാളി കുടുംബം, ഒരു 10 ദിവസം അവരുടെ കൂടെ താമസിക്കാൻ ഭക്ഷണവും താമസമൊക്കെ ഫ്രീ ആയിട്ട്, അതുപോലെ ജോലിക്ക് കയറിയ സ്ഥലത്ത് നല്ല ആൾക്കാർ, ഐറിഷുകാരൊക്കെ നല്ല ആൾക്കാർ സഹായം എല്ലാ കാര്യത്തിലും, ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനും കൊണ്ടുവിടാനും. അതുപോലെ തന്നെ പിന്നെ അവൾ ദൂരസ്ഥലത്ത് അവൾക്ക് ഈ വിസയുമായി ബന്ധപ്പെട്ട ദൂരെ പോകേണ്ട ഒരാവശ്യം വന്നു. വഴി അറിയത്തില്ല, സ്ഥലം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എല്ലാ സ്ഥലത്തും മാതാവ്, സഞ്ചാരി മാതാവ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയൊരു സ്ഥലത്തോട്ട് ജോലിക്ക് മാതാവ് അവളെ സഹായിച്ചു. നല്ലൊരു സ്ഥലത്ത് നേഴ്സായിട്ട് എക്സാം പാസ്സാകുന്നതിന് മുമ്പ് തന്നെ മാതാവ് അവൾക്ക് ജോലി നൽകി അനുഗ്രഹിച്ചു. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് കൂടുതലായിട്ട് തീവ്രമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവും പകലും ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ മാതാവിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അവൾക്ക് എത്രയും പെട്ടെന്ന് പിന്നെ വർക്ക് പെർമിറ്റ് നൽകാനും. അങ്ങനെ സെപ്റ്റംബർ 5 മുമ്പായിട്ട് വർക്ക് പെർമിറ്റ് നൽകി അനുഗ്രഹിക്കണം എന്നങ്ങനെ പ്രാർത്ഥിച്ചു. അതേപോലെ ആ ഡേറ്റിന് തന്നെ അവൾക്ക് ആ വർക്ക് പെർമിറ്റ് നൽകി മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ അവളെ ആ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മാതാവ് അവളെ സഹായിച്ചു. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവൾ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവിടുന്ന് ഫ്ലൂ വന്ന് പനി കൂടി അവിടെ അങ്ങനെ ചികിത്സയും കാര്യങ്ങളൊന്നുമില്ല, സ്വന്തമായിട്ടുള്ള മരുന്നുകളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യത്തിനും അവൾ ഈ തൈലവും ഉപ്പും തേനുമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എവിടെ യാത്രയ്ക്ക് പോകുമ്പോഴും ഇതെല്ലാം അവൾ കരുതിയിരുന്നു. അതുപോലെ മാതാവിൻ്റെ ആശീർവാദം കൊണ്ടാണ് എക്സാം എഴുതാൻ പോയതും ദൂരസ്ഥലങ്ങളിൽ യാത്രയ്ക്ക് പോയതും എല്ലാം ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ അവിടെ അത് കഴിഞ്ഞ ശേഷം താമസിക്കാൻ ഐറിഷുകാരുടെ വീട്ടിൽ അവരും സ്വന്തം അപ്പനെ അമ്മയെപ്പോലെ ഇവളെ സംരക്ഷിച്ച എല്ലായിടത്തും മാതാവ് ഇവൾക്ക് സഹായത്തിനുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ മേടിച്ച് എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ അനാഥ മന്ദിരങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ തുണി അലക്കി കൊടുക്കുകയും അവിടെ അടിച്ചു വാരി വൃത്തിയാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. പൊതിച്ചോറ് കൊടുത്ത് എല്ലാവർക്കും അങ്ങനെ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായം രോഗികൾക്ക് നൽകുകയും അങ്ങനെ രോഗികളെ സന്ദർശിക്കാൻ പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2 സാമുവേൽ 22:7 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. അലീന എന്ന ഈ മകളും അമ്മ മിനിയും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കുടുംബത്തിന് ലഭിച്ച വലിയൊരു സംരക്ഷണത്തെയും മകളുടെ ജീവിതം സുരക്ഷിതമാക്കിയതിനെയും സന്തോഷത്തോടെ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ സൂചിപ്പിച്ചു, മകൾ ആദ്യം ഉടമ്പടിയെടുത്ത മകളാണ്. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് OET വിജയിച്ച് മകളെ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി ചെന്നതാണ്. അവിടെ ചെന്ന് ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ എഴുതുമ്പോൾ അതിൽ ഒരു മൊഡ്യൂൾ നഷ്ടപ്പെടുന്നു. അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. സാധാരണ അത്ര പരാജയപ്പെടുന്ന ഒരു പരീക്ഷയല്ല, ജയിച്ചു പോകേണ്ട പരീക്ഷയും ജോലി സുരക്ഷിതമാവേണ്ട സാഹചര്യവുമാണ്. മകൾക്കെന്നാൽ അത് പരീക്ഷ പരാജയപ്പെടുന്നു, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവുന്നു. നാട്ടിലേക്ക് തിരികെ പോരണം.
ഇതാണ് മകളുടെ ജീവിതത്തിൻ്റെ ക്രൈസിസ്, പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷേ മകളുടെ ജീവിതത്തിൽ അതിനോടൊപ്പം തന്നെ ഒരു മാറ്റം സംഭവിച്ചിരുന്നു. ഇവിടെ മകൾ ആദ്യം OIT എഴുതുമ്പോൾ ഉടമ്പടിയിലൊന്നുമല്ല. ഉടമ്പടിയെക്കുറിച്ച് കേട്ട് മാതാവിൽ സമർപ്പിച്ച ജീവിതത്തെ ശരണപ്പെടുത്തിക്കൊണ്ടാണ് മകൾ രണ്ടാമത് OIT എഴുതുകയും വിജയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ വിദേശത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാം സുരക്ഷിതമായി എന്ന ഒരാലോചനയിൽ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് മകൾ പുറകോട്ടൊന്ന് പോകുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, ഞാൻ പിന്നീട് അധികം ഒന്നും കാര്യങ്ങൾ ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് അമ്മയോടുള്ള ബന്ധം ഉടമ്പടി കാശുരൂപമായിരുന്നു. ആ കാശുരൂപം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും എന്ത് കാര്യത്തിനും അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടുകയും ചെയ്യുമായിരുന്നു. എങ്കിലും ഉടമ്പടി പുതുക്കുന്നതിനോ ഉടമ്പടി ജീവിക്കുന്നതിനോ ഞാൻ അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് വലിയൊരു ആപത്ത് പോലെ അവിടെ വക്കുവരെ എത്തിയിട്ട് തിരികെ വരേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നത്. മകൾക്ക് ഉറപ്പുള്ളൊരു കാര്യം, കൃപാസന മാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്മേൽ പരിഹാരങ്ങൾ ഉണ്ടാകും എന്നത് മാത്രമാണ്. അങ്ങനെയാണ് അമ്മയെ, നാട്ടിലുള്ള അമ്മയെ കണ്ണൂരിൽ നിന്ന് അമ്മ മാതാവിൻ്റെ അരികിലേക്ക് വരുവാൻ വേണ്ടി മകൾ പറയുന്നത്. അമ്മ ഈ നിയോഗം വെച്ചാണ് മകൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്. തീഷ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി ആഗ്രഹിച്ച്, ഒത്തിരി പരിശ്രമിച്ച്, ഒത്തിരി പണം മുടക്കി അവിടെ ചെന്ന മകൾ ഒന്നുമെത്താതെ തിരികെ വരാതെ അമ്മ മാതാവ് തന്നെ കാവലൊരുക്കി, ജീവിതം സുരക്ഷിതമാക്കി, ജോലി നൽകി, പരീക്ഷകളൊക്കെ പാസ്സാക്കി നിലനിർത്തുവാൻ വേണ്ടിയാണ് അമ്മ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലാദ്യം വേണ്ടത് നാട്ടിലേക്ക് കയറിപ്പോരാതെ അവിടെ ജീവിതം സുരക്ഷിതമാക്കുകയാണ്. അത് അമ്മ സൂചിപ്പിച്ചു. അവിചാരിതമായി കണ്ട ഒരു കുടുംബം ഈ മോളുടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ, തിരക്കുമ്പോൾ ഇത്ര വലിയൊരു ആപത്തിലാണെന്ന് തിരിച്ചറിയുകയും അവളെ അവരുടെ കൂടെ താമസിപ്പിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഉടമ്പടി എപ്പോഴും നമ്മോട് പറയും, അമ്മയോട് നമുക്ക് വിശ്വസ്തതയുണ്ടോ, അമ്മ നമുക്ക് വേണ്ടി കാവലൊരുക്കും, ദൂതരെ അയക്കും. അവർ ഇങ്ങോട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മകളുടെ ജീവിതത്തിൻ്റെ വലിയ ക്രൈസിസ് അറിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർക്കവിടെ PR ഉണ്ടായിരുന്നത് കൊണ്ട്, അവർക്ക് നല്ല പിടിപാടുകളുണ്ടായിരുന്നത് കൊണ്ട് മകൾക്ക് വേണ്ടി ഒരു ജോലി തരമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. സാധാരണ ജോലി കിട്ടാൻ അവിടെ പ്രയാസമായിരുന്നു. അങ്ങനെ ജീവിതമൊന്ന് സെറ്റാവുന്നു, ശാന്തമായി നിൽക്കുവാനുള്ള വഴിയൊരുങ്ങുന്നു. പിന്നീട് അവിടെ തന്നെ ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ചെറിയ സഹായം അവൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് പരീക്ഷ എഴുതുന്നു, പരീക്ഷ ജയിക്കുന്നു. അവൾക്ക് ആഗ്രഹിച്ചതുപോലെ ജോലിയിലേക്ക് മുന്നേറുവാൻ അവൾ ചെന്ന ഇടങ്ങളിൽ ഒക്കെയും ഒരു ഐറിഷ് കുടുംബം സന്തോഷത്തോടെ മകളെ പരിപാലിക്കുവാൻ എല്ലാ വഴികളും ഒരുക്കി കൊടുക്കുന്നു. PR-ഓടുകൂടി, വർക്ക് പെർമിറ്റോടുകൂടി അവിടെ ജോലി സുരക്ഷിതമാക്കിയിട്ടാണ് മകൾ ഇന്ന് ഈ അൾത്താരയിൽ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഉടമപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം ജീവിതത്തിൽ വന്നു ചേരാവുന്ന എല്ലാ പ്രതിസന്ധികളിലും ഉറപ്പായൊരു സംരക്ഷണം നാം നേടിയെടുക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഉടമ്പടി താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അവസാന അത്താണി പോലെ കാണരുത്. നമ്മൾ ആകെ നിലവിട്ട് നിൽക്കുമ്പോഴാകാം ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ കണ്ണുകളിൽ സുരക്ഷിതമായി എന്ന് കരുതുന്ന നാളുകളിൽ ഉടമ്പടിയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകരുത്. നമുക്ക് മുന്നോട്ട് യാത്രയേറെയുണ്ട്, ജീവിതമേറെയുണ്ട്, പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും സാധ്യതകളേറെയുണ്ട്. അതുകൊണ്ട് ഈ അമ്മയുടെ വലിയൊരു സംരക്ഷണം കൂടെ ഉണ്ടെങ്കിൽ പലതും നമ്മളെ തൊടാതെ പോകുന്നത്, പലതും നമ്മുടെ മുകളിലൂടെ പോകുന്നത് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മളെ എപ്പോഴും അമ്മ മാതാവ് ഏതൊരാപത്തിലും തൻ്റെ കരവലയത്തിനുള്ളിൽ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ സഹായകയാണെന്ന്, ഞാൻ നിങ്ങളുടെ കണ്ണീര് ഒപ്പിക്കൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ നിരന്തരം നൽകുന്ന അമ്മയാണെന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കുടുംബം ഇന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു വലിയ കാർമേഘം മുഴുവനും കുടുംബത്തിൽ നിന്ന് മാറിപ്പോയത്, ഒരു വലിയ ക്ലേശകാലം മുഴുവനും കുടുംബത്തിൽ നിന്ന് അകന്നു പോയത്
മകളുടെ ജീവിതം എന്താഗ്രഹിച്ച് സ്വപ്നം കണ്ട് വളർന്നു വന്നുവോ അതിലേക്ക് സുരക്ഷിതമാക്കിയതിനെ ഈ കുടുംബം, ഈ അമ്മയും മകളും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എല്ലാം ശുഭകരമാക്കുക എന്നത് കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇംഗിതം തന്നെയാണ്. അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ, ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ, നമുക്ക് സ്വയം കഴിവുകളില്ലെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ, നമ്മുടെ കഴിവില്ലായ്മയ്ക്കപ്പുറം അമ്മ മാതാവ് തിരുക്കുമാരൻ്റെ വലിയ കൃപയാൽ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ശുഭകരമാക്കുകയും സുരക്ഷിതമാക്കി നയിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ അമ്മയും മകളും ഈ അൾത്താരയിൽ പങ്കുവച്ചത്. അമ്മ മാതാവിലൂടെയും ഈശോയുടെയും ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. വിജയകുമാർ, സ്ഥലം തിരുവനന്തപുരം ജില്ല, ബാലരാമപുരം പൈറ്റുവിള. കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദികൾ. കൃപാസന മാതാവ് ഈ പള്ളിയെപ്പറ്റി അറിയുകയും ഒരു ചേച്ചി എൻ്റെ വീട്ടിലൊന്ന് പറയുകയും, ഞാൻ ഒരുപാട് ദുരിതത്തിൽ മദ്യപാനിയായിരുന്നു, തികച്ചും പൂർണ്ണം. സിനിമ ഷൂട്ടിങ്ങിലാണ് എൻ്റെ ജോലി. കിട്ടുന്ന പൈസ എല്ലാം പകുതിയിലേറെ ഞാൻ കുടിച്ച് വീട്ടിലാണ് വരുന്നത്. എൻ്റെ ഭവനത്തിൽ പോലും വരാതെ ഞാൻ കറങ്ങി നടന്ന് വെള്ളം അടിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ഈ പള്ളിയെപ്പറ്റി അറിയുകയും മാതാവിനെ പറ്റി എൻ്റെ വൈഫ് വന്ന് പറയുകയും, ചേട്ടാ നമുക്ക് ഈ പള്ളിയിൽ പോകണം, ഉടമ്പടി എടുക്കണം, ചേട്ടൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമല്ലായിരുന്നു. എന്നാലും ഒരു പ്രാവശ്യം വരാമെന്ന് എൻ്റെ ഭാര്യയുടെ സമ്മതിക്കുകയും അങ്ങനെ ഒരു ഭവനം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 6 മാസം ആയപ്പോൾ തന്നെ ഭവനം വയ്ക്കാണ്ട് ചിട്ടി കെട്ടി KSFBയിൽ 6 മാസത്തോളം വെള്ളമടിക്കാതെ പോയ സമയത്ത് ഉടമ്പടി മുടങ്ങുകയും വീണ്ടും ഭാര്യ കൊച്ചിനെയും മക്കളുമായിട്ടെടുത്ത് ഞാൻ വീട്ടിൽ വന്ന് മദ്യപാനം വീണ്ടും തുടങ്ങുകയും വീണ്ടും അവളെ വീട്ടിൽ പോവുകയും ഒരാഴ്ചത്തോളം ഞാൻ പട്ടിണിയാലായിരുന്നു. അങ്ങനെ ഒരു നാൾ ഫോൺ വിളിച്ചപ്പോൾ അവൾ വീട്ടിൽ തിരികെ വന്നു. വീണ്ടും ഉടമ്പടി എടുത്താൽ മാത്രമേ ഞാൻ വരുവുള്ളൂ ഭവനത്തിലോട്ട്. അങ്ങനെ എൻ്റെ ഭാര്യ കരഞ്ഞും കൊണ്ട് രണ്ടാമത് എൻ്റെ മക്കളെയും കൊണ്ടുവന്നു. വീണ്ടും ഈ 2025 ജനുവരി 17-ാം തീയതി 1-ാം മാസം 17-ാം തീയതി പള്ളി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പൂർണ്ണമായിട്ടും മദ്യവയ്ക്കില്ലെന്ന് ഞാൻ ഈ നടയിൽ പ്രാർത്ഥിക്കുകയും ഈശോയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഭവനം പൂർത്തിയായിരിക്കുന്നവരെ ഞാൻ ഒരിക്കലും വെള്ളം അടിക്കില്ല. എന്നാൽ പോലും ഇപ്പോഴും എൻ്റെ ഭവനം മാതാവ് എനിക്ക് ഭവനം പൂർത്തീകരിച്ച് തന്നു. ഒരു KSFB ചിട്ടി ഉടൻ തന്നെ വീഴുകയും 7 ലക്ഷം രൂപ കയ്യിൽ കിട്ടുകയും 2-3 മാസമാകുന്ന 90-ൻ്റെ അന്ന് തന്നെ വീട് ഏകദേശം പൂർത്തീകരിച്ചു. പൈസ ഇല്ലാതെ നിന്ന് വീണ്ടും ഞാൻ ഒരു KSFB പൈസ തികയാതെ വന്നപ്പോൾ അടുത്തുള്ള ഗ്രാമീണ ബാങ്കിനെ സമീപിച്ചു. അവരാദ്യം പറഞ്ഞാൽ 50,000 രൂപയ്ക്ക് മേലെ ഈ ബാങ്കിൽ നിന്ന് തരാൻ പറ്റില്ല. ഞാൻ കാശ് രൂപം വച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടി പോയി പ്രാർത്ഥിച്ചു, സാറേ എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ഈ കട കടന്നു പോകും സാർ, എന്തെങ്കിലും ഒന്ന് അത് ഞാൻ ആരെങ്കിലും വന്ന് ഒരാളെ പറഞ്ഞു വിട്ട് വീട്ടിൽ നോക്കട്ടെ, ഭവനം സന്ദർശിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റുന്നതിന് ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ വരും നോക്കുകയും പണി കുറച്ചുകൂടി തീരാറുണ്ട്, 1 ലക്ഷം രൂപ 1-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീരുമെന്ന് അവർക്ക് മനസ്സിലായി. അവർ വീണ്ടും എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറേശ്ശെ 2,500 വെച്ച് മാസം തോറും അടച്ചോളാം, ഞാൻ സിനിമയിലാണ് ജോലി ചെയ്യണം, എനിക്ക് ശമ്പളമുണ്ട്, അതിനുള്ള വരുമാനം എനിക്ക് കിട്ടും സാറേ എന്ന് പറഞ്ഞു. എങ്കിൽ 1.25 ലക്ഷം രൂപ നാളെ തരാം, നിങ്ങൾ ബാക്കിയുള്ള പേപ്പറെല്ലാം റെഡിയാക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാ പേപ്പർ റെഡിയാക്കുന്നത് 5 മണിയായിപ്പോയി. അതിനു മുമ്പ് തന്നെ ആ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ എൻ്റെ അക്കൗണ്ടിലായിട്ട് പൈസ അയക്കുകയും 1.25 ലക്ഷം രൂപ അയക്കുകയും എനിക്ക് വളരെ സന്തോഷമായി. ആ പൈസയും കൊണ്ട് ഞാൻ പെട്ടെന്ന് വീട് വീണ്ടും പൂർത്തീകരിക്കാൻ തുടങ്ങി. 30-ാം തീയതി ആയിരുന്നു ഹൗസ് വാമിങ്, 28-ാം തീയതി വരെയും പണിയാണ്, പക്ഷേ കയ്യിൽ 1 രൂപയില്ല. ഇതിനിടയ്ക്ക് ഞാൻ സിനിമയിൽ പോയിട്ട് ഹൗസ് വാമിങ് എന്ന് പറഞ്ഞ് വിളിച്ച് ജിത്തു ജോസഫ് സാറും 10,000 രൂപ, ആൻ്റണി പെരുമ്പാവൂർ 10,000, അങ്ങനെ ആ ഒരു ദിവസം തന്നെ കയ്യിൽ അവിടെ നിന്ന് തന്നെ 35,000 40,000 രൂപ എല്ലാ സഹപ്രവർത്തകരും കൂടി പിരിച്ചു തന്നു. വീട്ടിലുള്ള വീണ്ടും പാലിയാച്ചിന് തലേ ദിവസം എല്ലാ സാധനങ്ങളും മാച്ച് സത്യയ്ക്കുള്ള വകയും എല്ലാം എനിക്ക് അവിടെ നിന്നും കിട്ടി. എല്ലാവരും എന്നെ അറിഞ്ഞ ഈ വെള്ളപ്പണി നിർത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ സുഹൃത്തുക്കളെ എന്നെ തോളോട് ചേർക്കുകയും ഇപ്പോൾ വീട് സന്തോഷം ഇതെങ്ങനെ മാറി എന്നാണ് എൻ്റെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനൊരു ഹിന്ദു മതത്തിൽ വിശ്വാസിയാണ്, പക്ഷേ ഞാൻ കൃപാസനത്തിൽ പറ്റി കേട്ടു. ആ മാതാവിൻ്റെ നടയിൽ വന്നതിന് ശേഷം എനിക്കിപ്പം മദ്യപിക്കണമെന്ന് തോന്നണേ ഇല്ല. ഒരു കാരണവശാലും ഞാൻ മരിക്കണവരെയും ഞാൻ മദ്യപിക്കില്ല. ഇനി എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ നോക്കി എനിക്ക് ജീവിക്കണം. എൻ്റെ കുഞ്ഞു മക്കളാണ് അവർ. വെള്ളമടി പൂർണ്ണമായി നിർത്തിയപ്പോഴാണ്
അവരിലൂടെയുള്ള ചിന്താഗതികൾ എനിക്ക് കൂടിക്കൂടി വരണത്. ദൈവത്തിനോട് കൂടുതൽ ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വിശ്വാസമായി എനിക്ക് ഈ മാതാവിനോട്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും മതിയാവില്ല. കൃപാസന മാതാവിനോട് 1000 നന്ദി. എൻ്റെ ഭവനം പൂർത്തീകരിച്ച് ഞാൻ 6 നിയോഗം എഴുതാൻ പറഞ്ഞാൽ 6 ഹൗസ് വാമിങ് എൻ്റെ വീട് പൂർത്തീകരിക്കണം 6 നിയോഗം അത് തന്നെ എഴുതിയത്. അതിൽ ഒരു വർഷം പൂർത്തീകരിക്കുന്ന മുമ്പേ തന്നെ എൻ്റെ വീട് മാതാവ് എനിക്ക് പൂർത്തീകരിച്ച് തന്ന എൻ്റെ മാതാവിന് 1000 3:30 ഞാൻ എടുത്ത് 4 മണിക്ക് എനിക്ക് ജോലിക്ക് പോകണം. 3:30 ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കും. വിളക്ക് വെച്ച് നിലവിളക്ക് തിരികൊളുത്തി 9:30 വേക്കപ്പായ റൂമിൽ നിന്ന് വന്നാലും 10 മണിക്ക് ശേഷം വന്നാലും ഞാൻ കുളിച്ച് വീണ്ടും തിരികത്തിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഇന്ന് വരെയും പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന ഇനിയുള്ള നാളുകളും മരിക്കുന്ന നാളുകളും ഈശോയെ ഞാൻ ധ്യാനിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം എല്ലാവർക്കും. ഈശോയ്ക്ക് ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഷൂട്ടിങ്ങിന് പറഞ്ഞ മിച്ചമുള്ള ആഹാരമെല്ലാം അടുത്തുള്ള കുഞ്ഞു ഭവനങ്ങൾ പാവപ്പെട്ട ദരിദ്രതയ്ക്കുള്ള താഴെയുള്ള വീട്ടിൽ ഞാൻ വിളിച്ചുണർത്തിയാണ് കൊണ്ടു കൊടുക്കണം. ഒരുപാട് സാധനങ്ങൾ മിച്ചം വരും. ഇടയ്ക്ക് കഴിഞ്ഞ മാസം ഷൂട്ടിങ്ങിന് വെച്ച് 200 വരെ ഫുഡ് പറഞ്ഞായിരുന്നു. പക്ഷേ 100 വരെ പായസം കൂട്ടിയുള്ള ഫുഡ് വീണ്ടും മിച്ചം. പ്രൊഡ്യൂസർ പറഞ്ഞു, ജിത്തു സാർ പറഞ്ഞു ഏതെങ്കിലും പള്ളി വക ഓർഫണേജിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ ഒന്നും മട്ടിക്കാതെ പെട്ടെന്ന് തന്നെ അടുത്തൊരു ഓർഫണേജിൽ 100 പേർക്കുള്ള അവരുടെ സ്നേഹവും സന്തോഷവും കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ സന്തോഷം ലാളിത്യമായിപ്പോയി. വളരെ നന്ദി, നമസ്കാരം. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 25-ാം തിരുവചനം. എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. വിജയകുമാർ എന്ന ഈ സഹോദരൻ വലിയ ധൈര്യത്തോടെയാണ്, വളരെ വിശ്വസ്തയോടെ, വിശ്വാസത്തോടു കൂടിയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് കയറി നിന്ന് തൻ്റെ അയോഗ്യതകളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് അദ്ദേഹം ആധ്യാത്മികമായ ഒരു വലിയ ധനികനാണ്. കാരണം അദ്ദേഹം പറയുന്നു, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്കൊരൊറ്റ നിയോഗമേ ഉണ്ടായിരുന്നുള്ളൂ. 6 നമ്പറിലും ഞാൻ എഴുതിയ 6 കൽഭരണികളും ഞാൻ നിറച്ചത് എനിക്കൊരു ഭവനം വേണമെന്ന് മാത്രമായിരുന്നു. ഒരു ഭവനം വിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മദ്യപാനം, ഞാൻ 20 വർഷമായിട്ട് ഞാൻ മദ്യപിച്ചിരുന്ന ആ ദുശീലം എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടപ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാനമായി. എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. ഇനി അതാരും മദ്യപാനം തുടരരുത്, ചെയ്യരുത് എന്നാണ് അദ്ദേഹം നമ്മോട് ആജ്ഞാപിക്കുന്നത്. നമ്മൾ വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ എല്ലാ വിപത്തുകളും അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു. ഈശോയിലേക്ക് വന്ന ഏതൊരു വ്യക്തിക്കും പറയാനുള്ളത് അതുതന്നെയാണ്. അദ്ദേഹത്തിന് ഇനി ഈശോ മാത്രം മതി. 12ഉം 17ഉം എല്ലാം പുതുക്കിയവരാണ് സാധാരണ ഉടമ്പടിയിൽ പറയുന്നത്, ഇനി എനിക്കൊരു യാതൊരു നിയോഗങ്ങളുമില്ല, എനിക്ക് ഈശോ മാത്രം മതിയെന്ന്. ആദ്യത്തെ നിയോഗത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരൊറ്റ നിയോഗമേ ഉള്ളൂ. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വീട് കിട്ടിയാൽ എല്ലാമായി, എനിക്ക് ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭവനം ഞാൻ പണിതു കഴിഞ്ഞു. വളരെ ശക്തമായ ഒരു സാക്ഷ്യമാണിത്. വിശ്വാസത്തിലും വിശ്വസ്തതയിലും ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ സാക്ഷ്യത്തിനെ അദ്ദേഹം ഇന്ന് ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. നമ്മുടെ വിശ്വസ്തത എന്തുമാത്രമാണെന്ന് നമുക്ക് മാറ്റുരച്ച് നോക്കാം. വിജയകുമാറിനെ പോലെ ഇനി എനിക്കൊന്നും ആവശ്യമില്ല എന്ന് പറയാൻ മാത്രം ഞാൻ വളർന്നിട്ടുണ്ടോ? എൻ്റെ എല്ലാ അയോഗ്യതകളെയും മാറ്റി നിർത്തി എനിക്ക് കൃപ നൽകി എൻ്റെ എല്ലാ ജീവിതഭാരങ്ങളും മാറ്റി എനിക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്കൊരു വീട് നൽകി അനുഗ്രഹിച്ചു എന്ന വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതോടൊപ്പം തന്നെ വീടില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് മദ്യപാനികളായ എല്ലാ മക്കളെയും അവർക്ക് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.